ആ സമയത്ത് ഞാൻ ഉൾപ്പെടെ പാനെ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. പാൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു ഞാനൊരു ഹാഫിളായി കാണണം എന്നുള്ളത്. അൽഹംദുലില്ലാഹ് അതിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റിയിട്ടുണ്ട്. പല രക്ഷിതാക്കൾക്കും ഒരു ടെൻഷനാണ്, അതായത് കുട്ടികളെ ഹോസ്റ്റലിൽ പഠിക്കാൻ വിടുമ്പോൾ സ്കൂൾ പഠനമൊക്കെ എന്താകും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട്. പക്ഷേ എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് സ്കൂൾ പഠനത്തിന് ഇത് ബാധിക്കൂല. കാരണം ഞാൻ 10ാം ക്ലാസ് ലാസ്റ്റിക്കാണ് എൻ്റെ ഖുറാന് ഹിഫ്ള് കംപ്ലീറ്റ് ആയത്. അത് കഴിഞ്ഞ് SLC എക്സാമിൽ അൽഹംദുലില്ലാഹ് ഫുൾ എ പ്ലസ് ലഭിച്ചു. ഖുറാൻ പഠിച്ചുകൊണ്ട് അവനെ ഒരുപാട് പിന്നെ സാധാരണ ഒരു പാരായണത്തിന് പുറമെ അവൻ അതിൻ്റെ അർത്ഥം കൂടി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ചില വിഷയങ്ങളൊക്കെ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഫാമിലിയിലൊക്കെ ചില വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഖുറാൻ ആ ആയത്തിൽ അത് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ചെറുതും വലുതുമായ 114 സൂറത്തുകളും 6000-ൽ പരം വചനങ്ങളും 77,000-ൽ പരം പദങ്ങളും ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആൻ, ആശയത്തിലും അർത്ഥത്തിലും വശ്യത വെളിവാകുന്ന വിശുദ്ധ ഗ്രന്ഥം. ലോകമെമ്പാടുമുള്ള ലോകാവസാനം വരെയുള്ള ലോകജനതയ്ക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മാർഗദർശനമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു നമ്മെ പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കൽ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനെ അറിയാൻ ആരെങ്കിലും നിയ്യത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ദാഹം അടങ്ങില്ല എന്നാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹാഫിളാക്കിയിട്ടുള്ള നാദിൽ രണ്ടത്താണിയാണ്. നാദിൽ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരു ഹാഫിൽ നമ്മളെ കൂടെ ഉണ്ട്, അപ്പോൾ ഒരു ഖിറാഅത്തോടെ നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു اتقوا ربكم واخشوا يوما لا يجزي والد عن ولده ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير صدق الله العظيم. മാഷാ അല്ലാഹ്. ഒരു വിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ് ലൈക്ക് ഒരു ആരെങ്കിലും പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളിങ്ങനെ കേട്ടിരുന്നു പോവും. അത് പഠിച്ചും ഖുർആന് മാത്രം നൽകിയിട്ടുള്ള വേറൊരു മ്യൂസിക്കിനോ അല്ലെങ്കിൽ വേറൊരു പാട്ടിനോ കിട്ടാത്ത ഒരു വശ്യതയാണ് ഖുർആനിലുള്ളത്. അപ്പം നാദിൽ പറഞ്ഞു ഹാഫിളാണ്, ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പോൾ +1 പഠിക്കുകയാണല്ലേ? പഠിക്കുകയാണ്. ഏത് സ്കൂളിലായിരുന്നു? കോട്ടൂർ സ്കൂളല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഖുർആനെ ഹിഫ്ളാക്കാൻ എത്ര കാലം എടുത്ത് അല്ലെങ്കിൽ ഏത് വയസ്സിലാണ് നാദിൽ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയത്? ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഖുർആൻ പഠിക്കാൻ ചേരുന്നത്. 8ഉം 9ഉം പിന്നെ 10ാം ക്ലാസ്സിന്റെ കുറച്ച് ഭാഗം എടുത്തിട്ടാണ് ഖുർആൻ ഹിഫ്ളാക്കി. അപ്പോൾ മാഷാ അല്ലാഹ് ഏകദേശം ഒരു 2.5 വർഷം കൊണ്ട് ഖുർആൻ മുഴുവനായി ഹിഫ്ളാക്കി. അതെ അതെ, മാഷാ അല്ലാഹ്. എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ല ഇത്. അത് ശരിക്കും പഠിച്ചോൻ്റെ വലിയൊരു ബ്ലെസ്സിങ്സ് തന്നെയാണ്. ശരിക്കും ഇപ്പോൾ ഒരു ഹാഫിൾ ആവണം അല്ലെങ്കിൽ ഹിഫ്ള് പഠിക്കണം എന്നുള്ളത് നിന്റെ ആഗ്രഹമായിരുന്നു അല്ലെങ്കിൽ വീട്ടുകാർ നിർബന്ധിച്ചതായിരുന്നു? എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? എൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു ഖുർആനെ ഹിഫ്ളാക്കണം എന്നുള്ളത്. ഞങ്ങൾ പണ്ട് ഗൾഫിലായിരുന്ന സമയത്ത് ഇമ്മ അവിടെ ഖുർആൻ ക്ലാസ്സിന് പോകുമ്പോൾ അവിടുത്തെ ഖുർആൻ പാരായണം കേൾക്കാനൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുള്ള വഴി വന്നത് പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഈ സ്വന്തം പറഞ്ഞതാണോ ഉപ്പനോട് എനിക്ക് കൊണ്ടുപോയി ചേർക്കണം, എനിക്ക് ഹിഫ്ള് പഠിക്കണം എന്നൊക്കെ? ഞങ്ങള് വേറെ എവിടെയെങ്കിലും സെന്റർ ഉണ്ടോ നോക്കി നടക്കുമ്പോഴാണ് രണ്ടത്താണി തന്നെ വന്നത്. രണ്ടത്താണി സെന്റർ ഉണ്ടായിരുന്നു. രണ്ടത്താണി ഏത് ഇതിലായിരുന്നു പഠിച്ചത്? റഹ്മാനി തഹ്ഫീദുൽ ഖുർആൻ. നമുക്കറിയാം. അപ്പോൾ ഇന്ന് കുട്ടികളെല്ലാവരും ഇന്നത്തെ നമ്മളെ സ്കൂളിലത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ അത്രയും പഠിക്കാണ്ട് സിലബസൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഹിഫ്ള് പഠിക്കാനായിട്ട് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തോ അതോ ഇതിൻ്റെ ഒപ്പം കൊണ്ടുപോയോ? ഇല്ല, ഹിഫ്ള് പഠിക്കുന്നതിനൊപ്പം തന്നെ സ്കൂളും പോയിരുന്നില്ല. അപ്പോൾ സ്കൂളിൻ്റെ ഒപ്പം തന്നെയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു പഠന രീതി? കാരണം സ്കൂളിലത്തെയും പഠിക്കണം, അതേപോലെ തന്നെ ഹിഫ്ളാക്കണമെങ്കിലും അത് 2.5 വർഷം കൊണ്ട് പഠിക്കണമെങ്കിൽ കുറച്ചൊന്നല്ല പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയായിരുന്നു ആ പഠന രീതി?
ഞങ്ങൾക്ക് 2 നേരമായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. രാവിലെ സുബഹി നമസ്കാരത്തിന് ശേഷവും അതുപോലെ തന്നെ വൈകുന്നേരം മഗ്‌രിബിന് ശേഷവും 2 സമയമാണ് ക്ലാസ് ഉണ്ടായിരുന്നത്. മഗ്‌രിബിന് ശേഷം നമ്മൾ ഖുർആന് പഠിക്കും. അത് രാവിലെ സുബഹിക്ക് ശേഷം ഉസ്താദിന് ചൊല്ലിക്കൊടുക്കും. അപ്പൊ അവരിങ്ങനെ പഠിപ്പിച്ചു തരും? അങ്ങനെ എല്ലാം അങ്ങനെ ആയിട്ട് വെച്ചാൽ അതങ്ങൾ സ്വന്തം പഠിക്കുകയോ ചെയ്യല്ലേ? ആദ്യമൊക്കെ നമുക്ക് തീരെ ഓതാൻ കിട്ടാത്ത ഭാഗമൊക്കെ അവര് നല്ലപോലെ ഓതിത്തരും. ഫസ്റ്റില് തജ്വീദ് അനുസരിച്ച് അതനുസരിച്ച് ഓതിത്തരും. പിന്നെ നമ്മള് നോക്കി ഓതാൻ പറ്റുമല്ലോ. അപ്പോ സംശയമുള്ള ഭാഗം ഉസ്താദിന് ചോദിക്കുള്ളൂ അല്ലേ. ബാക്കി നമ്മള് നോക്കി ഓതി. എത്ര ടൈം എടുക്കും? ഇപ്പൊ മഗ്‌രിബിന് ശേഷം പറഞ്ഞാൽ ഏതുവരെ ഇരുന്ന് പഠിക്കും? മഗ്‌രിബിന് ശേഷം ചിലപ്പോൾ ഇശ വൈകിയുള്ള സമയത്ത് ഇശ വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ആ സമയത്തിനുള്ളിലാണ് പഠിക്കാറുള്ളത്. അതുപോലെ തന്നെ രാവിലെ നീച്ചിട്ടും പഠിക്കാറുണ്ട്. അപ്പൊ സ്കൂളത്തെ സബ്ജക്റ്റ് ഒക്കെ എപ്പോഴാണ് പഠിക്കുക? ഇതിന്റെ ഇടയിൽ സ്കൂളത്തെ സബ്ജക്ട് ഇശാ നമസ്കാരത്തിന് ശേഷം ഫുഡിന് ശേഷമാണ് സ്കൂള് പഠിക്കാറുള്ളത് 11 മണി വരെ. അപ്പൊ അവിടെ ഹോസ്റ്റല് പോലെ നിന്ന് പഠിക്കായിരുന്നു. രാവിലെ സ്കൂളിൽ പോകും. രാവിലെ സുബഹിക്ക് ശേഷം 7:45 7 വരെ ക്ലാസ് ഉണ്ടാവും. അതിനുശേഷം സ്കൂളിൽ പോകും. അപ്പോൾ രണ്ടും കൂടി ആയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? കാരണം അങ്ങനെയല്ല, ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു വേറൊരു ഭാഷയാണല്ലോ. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഷ, നമ്മളെ കൊളോക്കിയൽ ലാംഗ്വേജ് അല്ലല്ലോ. അപ്പോൾ നമുക്ക് മറ്റൊരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഖുർആൻ പഠിക്കുക, അതോടൊപ്പം തന്നെ സ്കൂളിലത്തത് കൂടി ആകുമ്പോൾ രണ്ടും കൂടിയിട്ട് ഇങ്ങനെ ടാലി കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. അൽഹംദുലില്ലാഹ് പറ്റിയിരുന്നു. പിന്നെ പൊതുവെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര മെമ്മറി പവർ ആവുന്നു. അതൊരു സത്യമാണ്. നമ്മളിപ്പോൾ SS ഒക്കെ പഠിക്കുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്യണ്ടാവല്ലോ. അതൊക്കെ ഇയേഴ്സും കാര്യങ്ങളൊക്കെ SSL ഇതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഖുർആൻ പഠിക്കുന്ന സമയത്ത് സ്ട്രൈക്ക് ചെയ്ത എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയല്ല, ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഖുർആൻ പഠിക്കാൻ ഒരുങ്ങിയപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മളെ MTക്കുന്ന ഹാഫിൽ ഷഹീൻ ഹംസ ഹോസ്റ്റലിൽ സന്ദർശിച്ചിരുന്നു. അപ്പോൾ മൂപ്പര ഓരോ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇത് എന്തായാലും പഠിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് തോന്നിയിരുന്നു 2.5 വർഷം കൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് ഹാഫിലാക്കാൻ പറ്റും? ഇല്ല, തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യമൊക്കെ നമ്മൾ കുറച്ചല്ലേ ഓതി കൊടുക്കുള്ളൂ. വഴിയത് കുറേ പേജുകളായിട്ട് നമുക്ക് ഓതി കൊടുക്കാൻ സാധിച്ചിരുന്നു. അൽഹംദുലില്ലാഹ്. ഇപ്പോൾ ഇത് എവിടുന്നാ സ്റ്റാർട്ട് ചെയ്തത്? ബക്കറന്ന് ഇങ്ങോട്ടാണ് തുടങ്ങിയത്. പൊതുവെ ഇപ്പോൾ നമ്മളൊക്കെ ചെറുതിൽ മദ്രസയിലൊക്കെ പഠിക്കുക അമ്മ ജുസ് ആണല്ലോ, ചെറിയ ചെറിയ സൂറത്തുകൾ. അവിടെ നിന്നാണോ തുടങ്ങിയത് അതോ ഫസ്റ്റ് മുതൽ ബക്കറ മുതലാണോ പഠിക്കാൻ തുടങ്ങല്? ഞാൻ അമ്മ ജുസും തബാറക ജുസും കഴിഞ്ഞു. അതിനുശേഷം സൂറ ബക്കറ, പിന്നെ ഇവിടുന്ന് മുതൽ തുടങ്ങി, ബക്കറ മുതൽ തുടങ്ങി സൂറ ബക്കറ പഠിച്ചു. അതിനുശേഷം ഹാമീം ജുസ്, ഖാലഫമ, ലാസ്റ്റത്തെ 3 ജുസ് പഠിച്ചു. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെയും ബക്കറ സൈഡൊക്കെ വന്നത്. ഇത് ശരിക്കും ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓർഡർ ഒക്കെ ഉണ്ടോ അതോ നമ്മളെ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് പഠിക്കുക? ശരിക്ക് ഉസ്താദ്മാര് ലാസ്റ്റത്തെ 5 ജുസ് പഠിച്ചതിന് ശേഷം ബക്കറ തുടങ്ങാനാണ് പറയാറുള്ളത്. പിന്നെ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് അനുസരിച്ച് അങ്ങനെ പഠിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ ഖുർആൻ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ പല ആളുകളും പറയാറുണ്ട് പല ആയത്തുകൾ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത്, അങ്ങനെ ഇതിൽ ആയത്ത് സ്ട്രൈക്ക് ചെയ്തതുണ്ടോ? സൂറ മുഅ്മിനൂനിലെ ഒരു ആയത്താണ് എനിക്ക് കൂടുതൽ സ്ട്രൈക്ക് ആയി തോന്നിയത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഈ ആയത്താണ് എനിക്ക് കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. അതെന്തുകൊണ്ടാണ് അല്ല, ഇപ്പം നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ആയത്ത് ഇഷ്ടപ്പെടണം. ഇപ്പം എനിക്ക് ഏറെ ഇഷ്ടമുള്ള ആയത്ത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. കാരണം അതിൽ പടച്ചോൻ പറഞ്ഞെന്താ വെച്ചാൽ ഒരടിമക്ക് താങ്ങാൻ കഴിയുന്നത് അവൻ്റെ റബ്ബ് നൽകും എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്ത് പ്രയാസം വരുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും എന്ന് വെച്ചാൽ എനിക്ക് താങ്ങാൻ പറ്റുന്നത് എൻ്റെ റബ്ബ് തരുള്ളൂ എന്നുള്ളത്. അതപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത്. അതേപോലെ ഈ ആയത്ത് സ്ട്രൈക്ക് ചെയ്യാൻ റീസൺ ഉണ്ടാവുമല്ലോ. ഈ ആയത്തിൻ്റെ അർത്ഥം തന്നെയാണ് സ്ട്രൈക്ക് ചെയ്യാനുള്ള റീസൺ. അള്ളാഹു അതിലൂടെ പറയാണ്, നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിച്ചാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമ്മളിലൊരു അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ഭയം ഉണ്ടാക്കുന്ന ആയത്താണല്ലോ. അപ്പോൾ അത് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തില്ല. ഇപ്പം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ ഇപ്പം നാദിലിനെ അറിയാം. കാരണം ഒരു കൗമാരപ്രായത്തിലൂടെ കടന്നു പോകുന്ന ആളാണ്. ഇപ്പം ഇന്ന് കുട്ടികൾ ജീവിക്കുന്ന ആ ഒരു ജീവിത സാഹചര്യ രീതിയും അതേപോലെ ലഹരി പോലുള്ള പല വയലൻസിലേക്കും പോകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നമുക്കിന്ന് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഖുർആൻ പഠിച്ചതിലൂടെ അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ജീവിതത്തിൽ? അതായത് ഖുർആനിലേക്ക് അടുത്തതുകൊണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ വേണ്ട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഖുർആൻ പഠിച്ചതിലൂടെ ഉണ്ടായിട്ടുണ്ടോ? ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഏറെക്കുറെ അർത്ഥം ഞാൻ നോക്കാറുണ്ടായിരുന്നു. പഠിക്കുന്നതിന് കൂടുതൽ അർത്ഥം പഠിക്കുന്നത് ഏറെക്കുറെ. അപ്പോൾ
അതിലൂടെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ വിലക്കുകളും ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർഗവും നരകവും ഒക്കെ ഉണ്ട്, അതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നുള്ള ഫീലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അൽഹംദുലില്ലാ മെമ്മറൈസ് ചെയ്ത് ഇപ്പം അൽഹംദുലില്ലാ ഹാഫിളായി. പക്ഷേ നമുക്കറിയാം ഖുർആൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഓതിയിട്ടില്ലെങ്കിൽ മറന്നു പോണ ഒരു കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ ഇത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യല്? മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഖുർആൻ ഓതണം. അതായത് ഒരു നിശ്ചിത അളവ് ഖുർആൻ എന്നും നമ്മൾ സെൽഫായി ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ആൾക്കാർ ഓതി കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യണം. അതിലെന്താ ചെയ്യല്? സെൽഫായി ഓതാണ്? ഞാൻ സെൽഫായി ഓതലാണ് ചെയ്യാറുള്ളത്. സെൽഫായി ഓതും. അപ്പോൾ അത് എത്ര ഓതും? അങ്ങനെയല്ല, ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഓതണ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അതല്ലാതെ സ്വന്തമായിട്ട് എത്ര പേജ് ആണോ അങ്ങനെ? ഒരു ജുസാണ് നമ്മൾ ടാർഗറ്റ് വെക്കല്. അത്രക്ക് ചിലപ്പോൾ നമുക്ക് തിരക്കുണ്ടാകുമ്പോൾ അത്ര പറ്റിയില്ലെങ്കിലും എന്നാലും മാക്സിമം നോക്കാറുണ്ട്. അത്യാവശ്യം ഓതലുണ്ട് ഡെയിലി. അതെപ്പോഴാ ഓതല്? രാവിലെ ആണോ വൈകുന്നേരം? അത് ഇപ്പൊ ഞാൻ വീട്ടിലായതുകൊണ്ട് രാവിലെയും അപ്പൊ നോമ്പൊക്കെ ആയതുകൊണ്ട് ഓതാറുണ്ട്. സുബിക്ക് ശേഷം മഗ്‌രിബിന് ശേഷം ഒക്കെ ഓതാറുണ്ട്. പക്ഷെ ഇതിങ്ങനെ കൊണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്കുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഫോണും റീൽസൊക്കെ ഉള്ള കാലത്ത് നമ്മളെ മൈൻഡ് നമ്മളറിയാതെ തന്നെ അതിലേക്കൊക്കെ പോവുക. പക്ഷെ അവിടെയും സമയം എങ്ങനെ കണ്ടെത്താൻ കഴിയണം? ഇപ്പോൾ അതിനോടുള്ള ഒരു പാഷനാണോ അതോ ഒരു ഇഷ്ടമാണോ? അതായത് നമുക്കുള്ളൊരു ബാധ്യത തന്നെയാണല്ലോ. കാരണം ഇത് അള്ളാഹു നമ്മെ ഏൽപ്പിച്ച സാധനമാണല്ലോ. അപ്പോൾ നമ്മൾ തന്നെ സംരക്ഷിക്കണമല്ലോ, മനസ്സിൽ സംരക്ഷിക്കണമല്ലേ. ഇത് ലോകാവസാനം വരെ ഇപ്പം എല്ലാവരും ഖുർആൻ കത്തിച്ചാൽ പോലും ലോകാവസാനം വരെ പല ആളുകളുടെയും മനസ്സിൽ ഇതുണ്ടാവും എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഖുർആൻ മെമ്മറൈസ് ചെയ്യണൊക്കെ കാര്യം പറഞ്ഞു. അപ്പം ഇഷ്ടമുള്ളൊരു സൂറത്ത് ഓതി തരുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സമാഇ വത്താരിഖ് വമാ അദ്റാക മത്താരിഖ് النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا. ما شاء الله. ഖുർആൻ പാരായണ രീതികൾ ശരിക്കും 7 ഖുർആൻ പാരായണ രീതികളുണ്ട്. നമ്മൾ അതിലെ ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതിലിപ്പോൾ ത്വാരിക്ക് സൂറത്ത് ഓതിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ച തജ്വീദൊക്കെ നല്ല ഉഷാറായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹിഫ്ള് പഠിപ്പിക്കുമ്പോൾ തന്നെ തജ്വീദിൻ്റെ നിയമങ്ങൾ ആദ്യം പഠിപ്പിച്ചു തരുന്നുണ്ടോ? അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. തജ്വീദ് ആദ്യം പഠിപ്പിക്കും. പഠിപ്പിക്കും. നൂറാനി ഖായിദ പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് തജ്വീദിലെ ബേസിക് ആയുള്ള നിയമങ്ങളും പറഞ്ഞൊരു ബുക്കാണ്. അപ്പോൾ ആദ്യം തജ്വീദ് പഠിപ്പിച്ചിട്ടാണ് ഹിഫ്ള് സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായും. പിന്നെ തജ്വീദ് പഠിച്ചിട്ട് നമ്മൾ ഹിഫ്ള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളത് ഖുർആൻ കേട്ട് പഠിക്കുകയാണ് ഏറ്റവും ഇതെന്ന് പറയലുണ്ടല്ലോ. അപ്പോൾ അത് കേട്ടാണോ പഠിച്ചത് ഫസ്റ്റിൽ? ഖുർആൻ ഞങ്ങൾക്ക് ഓരോ ഖിറാഅത്തുകള് അവിടെ കേൾപ്പിച്ചു തരുമായിരുന്നു. പിന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വേഗം തീർക്കാൻ വേണ്ടി അങ്ങനെ പിന്നെ കുറച്ച് പഠിച്ചാൽ തന്നെ നമ്മളത് ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ പോകുള്ളൂ. തീർച്ചയായും. പിന്നെ പൊതുവെ എല്ലാവർക്കും കേൾക്കാൻ ഏറെ ഇഷ്ടമുള്ള സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. അതിൽ നിന്ന് കുറച്ച് വചനങ്ങൾ ഓതി തരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان
والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان. മാഷാഅല്ലാ, കേൾക്കുന്നവരും ഇപ്പോൾ ബാക്കിയുള്ള പോലെയല്ല, ഇനിയും കേൾക്കാൻ തോന്നുന്ന ആ ഒരു വശ്യത ഖുറാനിനുണ്ട്. ഇപ്പോൾ ഹിഫ്ള് പഠിച്ച ഒരു ഹാഫിളായി, അപ്പോൾ അത് പഠിച്ചതിന് ശേഷം എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? കുറേ ഹിഫ്ള് മത്സരങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ അൽഹംദുലില്ലാ വിജയിക്കാനും പറ്റിയിട്ടുണ്ട്. പിന്നെ സംസ്ഥാന തലത്തിലുള്ള കുറേ മത്സരങ്ങളിൽ അൽഹംദുലില്ലാ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുറാൻ പഠിക്കുന്നവൻ അത് പഠിപ്പിക്കുന്നവൻ. അപ്പോൾ അൽഹംദുലില്ലാ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ തന്നെ അവിടുത്തെ കുട്ടികളുടെ പാഠം കേൾക്കാൻ, ജൂനിയേഴ്സിന്റെ പാഠം കേൾക്കാൻ അൽഹംദുലില്ലാ പോകാറുണ്ടല്ലേ? അപ്പോൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് പോകുന്നുണ്ട്, ഇപ്പോൾ പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ടല്ലേ? അതെ അതെ. പിന്നെ കുറേ പ്രോഗ്രാമുകൾക്ക് ഖിറാഅത്ത് ഓതുന്നൊക്കെ വീഡിയോസൊക്കെ കാണലുണ്ട്. എന്തായാലും ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചുറ്റുപാട് ഒരുപാട് കുട്ടികളുണ്ട്, ഖുറാൻ പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ട്, അതേപോലെ ഖുറാനിലേക്ക് തീരെ അടുക്കാത്ത കുട്ടികളുണ്ട്. അപ്പോൾ ഒരു ഹാഫിൾ എന്ന നിലയ്ക്ക് നാദിലിന് എന്താണ് അവരോട് പറയാനുള്ളത്? പല രക്ഷിതാക്കൾക്കും ഒരു ടെൻഷനാണ്, അതായത് കുട്ടികളെ ഹോസ്റ്റലിൽ പഠിക്കാൻ വിടുമ്പോൾ സ്കൂൾ പഠനമൊക്കെ എന്താകും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട്. പക്ഷേ എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് സ്കൂൾ പഠനത്തിന് ഇത് ബാധിക്കൂല. കാരണം ഞാൻ 10ാം ക്ലാസ് ലാസ്റ്റിക്കാണ് എൻ്റെ ഖുറാന് ഹിഫ്ള് കംപ്ലീറ്റ് ആയത്. അത് കഴിഞ്ഞ് SLC എക്സാമിൽ അൽഹംദുലില്ലാ ഫുൾ എ പ്ലസ് ലഭിച്ചിട്ടില്ല. മാഷാഅല്ലാ. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ശരിയാണ്, ഖുറാൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര മെമ്മറി പവർ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ കുട്ടികളോട് പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഖുറാൻ തീരെ ഓതാത്ത കുട്ടികൾ തന്നെ ഉണ്ടാവും നമ്മളെ ചുറ്റുപാടും. അപ്പോൾ അവരോട് എന്തൊരു സജഷനാണ് നാദിലിന് കൊടുക്കാനുള്ളത് ഖുറാൻ പഠിക്കാൻ വേണ്ടിയിട്ട്? പല കാര്യങ്ങളെയും ഖിറാഅത്ത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഖുറാനോടൊരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ നമ്മൾ തന്നെ അത് ഓതി തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നും. അത് ഗ്രാജുവലി അത് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റിലേക്ക് എത്തും. തുടങ്ങാനുള്ള ഒരു പ്രയാസം ഉണ്ടാവുള്ളൂ അല്ലേ? ആ ഒരു നിയത്തെടുത്ത് അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രയാസം ഉണ്ടാവുള്ളൂ. അതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് കംപ്ലീറ്റ് ആക്കും. ഇപ്പം നാദിൽ പറഞ്ഞത് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. പല പാരൻസിന് എന്തുണ്ടാവും, ഭയങ്കര ടെൻഷനായിരിക്കും, പ്രത്യേകിച്ച് സ്കൂൾ. കാരണം ഇന്ന് എല്ലാ രക്ഷിതാക്കളും മക്കളെ ഏറ്റവും നല്ല പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഇപ്പം ഞാനുൾപ്പെടെയുള്ള ഓരോ പാരൻസും, പ്രത്യേകിച്ച് ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഇത്രയും കോമ്പറ്റീഷൻസ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത്. അപ്പോൾ അവിടെ രക്ഷിതാക്കൾ ഒരു കാരണം കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം മക്കളാദ്യം ദീൻ പഠിപ്പിക്കുക. നാളെ പടച്ചോൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും പടച്ചോൻ ചോദിക്കുക, നിനക്ക് ഞാൻ അനുഗ്രഹമായിട്ട് തന്നിട്ടുള്ള മക്കളെ നീ ദീൻ പഠിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അവിടെ നമുക്ക് ഉത്തരം പറയണമെങ്കിൽ മക്കളെ ഇപ്പം തന്നെ പഠിപ്പിക്കണം. അത് പഠിച്ചെന്ന് വിചാരിച്ചിട്ട് ഭൗതിക ലോകത്ത് നമുക്ക് ഒരു പ്രയാസം വരില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും മെറിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഇതിനുള്ള വലിയൊരു ഉദാഹരണമാണ് നാദിൽ. കാരണം 8ാം ക്ലാസ്സിൽ നിന്നാണ് ഖുറാൻ പഠിക്കാൻ തീരുമാനിച്ച് ഹിഫ്ളിന് ചേരുന്നത്. അവിടുന്ന് 2-2.5 വർഷം കൊണ്ട് ഹിഫ്ള് കംപ്ലീറ്റ് ആക്കുകയും 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിക്കുകയും ഇപ്പം അൽഹംദുലില്ലാ +1 ചേർന്നിട്ടുണ്ട്. അപ്പം നാദിലിൻ്റെ പാരൻസ് എടുത്ത ആ ഒരു സ്റ്റെപ്പ് എല്ലാ പാരൻസിനും എടുക്കാൻ കഴിയട്ടെ. പിന്നെ എനിക്ക് അതിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഹാഫിളായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ പാരൻസും എന്ന് പറഞ്ഞാൽ മക്കളുടെ ഏത് വിജയത്തിലും പ്രൗഡാവുന്നവരാണ് എല്ലാ പാരൻസും. അപ്പോൾ ഹാഫിളായപ്പോൾ വീട്ടുകാരുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഹിഫ്ള് ചെയ്യണേൽ ലാസ്റ്റ് ഭാഗം ഓതുമ്പോൾ നമ്മളെ ഉസ്താമാരും പാരൻസും എല്ലാവരും വരും. ലാസ്റ്റത്തെ ഭാഗം നമ്മൾ ഉസ്താൻ ഓതി കൊടുക്കുന്ന സമയത്ത് എല്ലാവരും, കമ്മിറ്റിക്കാരും പാരൻസും എല്ലാവരും ഉണ്ടാവും. ആ സമയത്ത് ഞാൻ ഉൾപ്പെടെ പന കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. ഉപ്പ എന്താ പറഞ്ഞത് അല്ല അങ്ങനെ കംപ്ലീറ്റ് ആക്കിയ സമയത്ത്? ഇപ്പാൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു ഞാനൊരു ഹാഫിളായി കാണണം എന്നുള്ളത്. അൽഹംദുലില്ലാ അതൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റിയിട്ടുണ്ട്. മാഷാ അല്ലാ. അപ്പോൾ കാരണം നമ്മൾ മക്കൾ ഖുറാൻ പഠിക്കുക എന്ന് പറയുമ്പോൾ അത് ഓരോ പാരൻസിനും അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും നാദിലിൻ്റെ പോലെ ഓരോ ഹാഫിളായ മക്കളുണ്ടാവട്ടെ, അല്ലെങ്കിൽ അതേപോലെ പഠിക്കാൻ കഴിയട്ടെ. പിന്നെ ഈ പഠിച്ച കാര്യങ്ങളൊന്നും ജീവിതത്തിൽ മറക്കാതിരിക്കട്ടെ. പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നല്ലൊരു ദാവത്ത് ചെയ്യുന്ന ഒരു പ്രബോധകനാവാനും നാദിലിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കൊരു സൂറത്തും കൂടി ഓതിയാലോ? സൂറ ഫാത്തിഹന്റെ 2-3 രീതികളിൽ ഇൻഷാ അല്ലാഹ് ട്രൈ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. മാഷാ അല്ലാ, ഞങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫാദറാണ്. അപ്പം നാദിലിൻ്റെ കുറേ ഓത്തുകൾ കേട്ട് ഇങ്ങനെ ലയിച്ചിരുന്ന് പോയി. അപ്പോൾ അവൻ പറഞ്ഞ 8ാം ക്ലാസ്സിൽ നിന്നാണ് ഹിഫ്ള് പഠിക്കാൻ പോയതെന്ന്. അപ്പോൾ ആ പറഞ്ഞേക്കാനും എൻ്റെ താല്പര്യത്തിന് ചേർന്നതെന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞേക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളെങ്ങനെയാണ് അപ്പം അത് കൊണ്ട് ചേർത്തത്? സത്യത്തിൽ അത് സ്റ്റാർട്ട് ചെയ്ത് യഥാർത്ഥത്തിൽ ഞാൻ ഗൾഫിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു 8 വർഷത്തോളം വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് പിന്നെ അവിടെ എനിക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് വൈഫ് സ്വാഭാവികമായിട്ടും അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വൈഫ് ഖുർആൻ പഠിക്കാൻ നല്ല ആഗ്രഹമുള്ള ആളായിരുന്നു. അപ്പോൾ വൈഫ് മകനെയും കൂട്ടിയിട്ട് അവിടുത്തെ ഒരു ഖുർആൻ സെൻറ്ററിൽ സ്ഥിരമായിട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ പഠിപ്പിക്കുന്ന രീതിയും വ്യത്യസ്തമായിരുന്നു. അക്ഷരങ്ങളുടെ ഉച്ചാരണമൊക്കെ വരേണ്ട രീതികളൊക്കെ കാണിച്ചുകൊണ്ട് കൃത്യമായുള്ളൊരു പഠന ശൈലിയായിരുന്നു അവിടെ. അപ്പോൾ അത് നല്ലൊരു ബേസ് അവന് കൊടുത്ത് ആ ബേസിൽ നിന്നാണ് അവന് പിന്നെ ഉയർന്നു വരാൻ സാധിച്ചത്. പിന്നെ അവിടെ നാട്ടിൽ വന്ന ശേഷമാണ് നാട്ടിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അവന് കുറച്ചുകൂടി ഖുർആൻ ഓതാനും ഒക്കെ കഴിയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ വൈഫിനും എനിക്കൊക്കെ നല്ല താല്പര്യമായി. അവനെ ഹാഫിളാക്കണം എന്ന രൂപത്തിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. അവനും താല്പര്യം ഉണ്ടായിരുന്നു. അവനും പലപ്പോഴും വൈഫ് അൽഫിത്ര ടീച്ചറാണ്. അപ്പോൾ ആ നിലയ്ക്ക് വൈഫ് ഇങ്ങനെ ഓതുമ്പോഴൊക്കെ അത് അനുകരിച്ചുകൊണ്ടൊക്കെ ഓതാറുണ്ട്, ചെറുതിലെ ഓതാറുണ്ട്. അപ്പോൾ അവൻ്റെ താല്പര്യം കൂടിയും കണ്ടറിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഹിഫുൾ സെൻറ്ററെ കുറിച്ച് അന്വേഷിച്ചു. നൗഷാദ് കാക്കാവിൻ്റെ കീഴിലെ സെൻറ്ററിനെ കുറിച്ച് നമ്മൾ ആദ്യം നോക്കി. പക്ഷേ ആ സമയത്ത് കൊറോണ സമയത്ത് അവിടെ അഡ്മിഷൻ കിട്ടിയില്ല. പിന്നീട് നമ്മൾ നാട്ടിൽ തന്നെ ഒരു സെൻറ്റർ തഫ്സീൽ ഖുർആൻ സെൻറ്റർ തുടങ്ങുന്നത് രണ്ടത്താണിയിൽ. അപ്പോൾ അത് തുടങ്ങിയപ്പോൾ അങ്ങോട്ട് ചേർത്തു. അൽഹംദുലില്ലാഹ് നല്ലൊരു പിന്നെ കാരിയനൊക്കെ കിട്ടിയവന്. അപ്പോൾ ആ ഒരു ഗുണം കൂടി അവന് ഓത്തിലുണ്ടായിട്ടുണ്ട്.
ഓക്കെ. ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ, ഇപ്പോൾ ഞാൻ തന്നെ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഇന്നിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തറിയാം. ആ ഒരു കാലഘട്ടത്തിലാണ് മോനെ ഹിഫ്ള് പഠിച്ച് 2.5 വർഷം കൊണ്ട്, മാഷാഅല്ലാ 2.5 വർഷം കൊണ്ടാണ് ഹിഫ്ള് പഠിച്ച് SSLCക്ക് ഫുൾ A+ വാങ്ങിയിട്ടാണ് ആൾ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അപ്പോൾ ആസ് എ പാരൻറ്റ് എന്തൊക്കെ മാറ്റങ്ങളാണ് അവൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? ഖുർആൻ പഠിച്ചുകൊണ്ട് അവനെ ഒരുപാട് ഒന്ന് പിന്നെ സാധാരണ ഒരു പാരായണത്തിന് പുറമെ അവനതിൻ്റെ അർത്ഥം കൂടി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ചില വിഷയങ്ങളൊക്കെ അങ്ങ് സംസാരിക്കുന്ന സമയത്ത്, ഫാമിലിയിലൊക്കെ ചില വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഖുർആൻ ആ ആയത്തിൽ ഇത് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. കാരണം ഖുർആന് കേവലം പാരായണം മാത്രമല്ല, അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കൂടി ഇറങ്ങിച്ചെന്നുകൊണ്ട് പഠിക്കാൻ സാധിക്കുക. അതേപോലെ തന്നെ റമദാനിൽ ഓതുന്ന സമയത്ത് അവന് ഞാൻ പ്രത്യേകം അവനോട് പറയാറുണ്ട്, പിന്നെ ഖുർആനിൽ ഏറ്റെങ്കിലും നമുക്ക് മനസ്സിന് അട്രാക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഉപദേശങ്ങളുള്ള, ചിലപ്പം ഞാൻ ഗൾഫുള്ള സമയത്ത് അവിടെ ഒരാൾ ഇതേപോലെ തന്നെ ഒരു ഇമാമ് എപ്പോഴും യാ അയ്യുഹല്ലദീന ആമനു തുടങ്ങുന്ന ഉപദേശങ്ങളുള്ള ചില ആയത്തുള്ള പോകുന്നത്. അപ്പോൾ ഞാൻ അവനോട് പറയാറുണ്ട്, ആയത്തിൻ്റെ അർത്ഥം കൂടി നീ നോക്കണം. അപ്പോൾ കുറച്ചും കൂടി അവനത് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് ഓതാനുള്ള കഴിവ് അതുകൊണ്ട് കിട്ടി എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ ഞാൻ അവനോട് ചോദിച്ച സമയത്ത്, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്ന് കുട്ടികൾ പല റീൽസിനും അല്ലെങ്കിൽ ഇന്നത്തെ ട്രെൻഡിനൊക്കെ പിന്നാലെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളാണ്, ആ കൗമാരപ്രായക്കാരാണ്, മനസ്സ് ഏത് നിമിഷവും ചഞ്ചലപ്പെടാനുള്ള സാഹചര്യത്തിലും ഇപ്പോൾ ഖുറാൻ കഴിഞ്ഞല്ലോ, ഇപ്പോൾ സാധാരണ നോർമൽ കുട്ടികളെ പോലെയാണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ അത്തരത്തിലേക്കുള്ള സാഹചര്യങ്ങളിലേക്ക് പോകാറുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഖുറാൻ പഠിച്ചതുകൊണ്ട് അതൊക്കെ തെറ്റാണെന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് പിന്നെ അതേപോലെ നല്ലൊരു ഫ്രണ്ട്സിനും കിട്ടിയതുകൊണ്ട് അതിലേക്ക് പോയിട്ടില്ല എന്നാണ്. അപ്പോൾ ആസ് എ പാരൻറ്റ് നിങ്ങൾക്കത് വലിയൊരു ബ്ലെസ്സിങ് ആണ്. കാരണം നാളെ പഠിച്ചോൻ്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് പഠിച്ചോൻ ചോദിക്കുമല്ലോ, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമായുള്ള മക്കൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അൽഹംദുലില്ലാ പഠിച്ചവങ്ങൾ ഭയങ്കര ബ്ലെസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരിക്കലും കാര്യം കൂടി ലാസ്റ്റ് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇന്ന് പൊതുവേ പല പാരൻസും ഇത്തരത്തിലുള്ളതിനോട് എതിർപ്പാണ്. കാരണം ഇപ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് മക്കളെ ഒരുക്കുന്ന തിരക്കിനിടയിൽ പൊതുവെ ദീനിലേക്ക് അടുപ്പിക്കാനും, അല്ലെങ്കിൽ ഇപ്പോൾ മദ്രസ തന്നെ എടുത്തു നോക്കണമെങ്കിൽ മദ്രസയിൽ പോവണ്ട എന്നൊക്കെ പറയുന്ന പല പാരൻസും ഉണ്ട്. ഇപ്പോൾ എക്സാമിൻ്റെ കാലഘട്ടം കൂടിയാണ്. ഇപ്പോൾ തറാവീഹിന് കൊണ്ടുപോകാതെ, അല്ലെങ്കിൽ തറാവീഹിന് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ SSLC എക്സാമാണ്, +2 എക്സാമാണ്, പഠനം മുടങ്ങുമെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുത്തി പോകുന്ന പല രക്ഷിതാക്കളുണ്ട്. അവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മളെ മക്കൾ അവർ ഭൗതിക ജീവിതത്തിൽ ഉയർന്നു വരണം, നമുക്ക് സ്വപ്നമാണ്, ആഗ്രഹമാണ്, ഒരു സംശയമില്ല. പക്ഷെ അതിൻ്റെ കൂടെ അവരെ മതപരമായ ചിട്ടയിൽ വളർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ഈ ഭൗതിക ജീവിതത്തിൽ കിട്ടുന്ന റാങ്കുകൾ, സർട്ടിഫിക്കറ്റുകൾ, ഞാൻ കുട്ടികളോട് പറയാറുണ്ടത്, നമ്മൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളും റാങ്കുകളൊക്കെ നമ്മൾ മാക്സിമം അത് ഷെൽഫിൽ സൂക്ഷിക്കും. കുറേ കാലത്ത് ഇങ്ങനെ ഷെൽഫിൽ ഇരിക്കും. അത് കണ്ട് അടുത്തൊരു തലമുറയിലേക്ക് വരുമ്പോൾ ഇതെൻ്റെ വല്യുപ്പ കിട്ടിയ സർട്ടിഫിക്കറ്റാണെന്ന് ആരും പറയില്ല. ഒരുപക്ഷെ വീട് പുതുക്കി പണിയുമ്പോഴേക്കും എന്ത് ചെയ്യും, അതെടുത്ത് ഒഴിവാക്കും. അപ്പോൾ നമുക്ക് നമ്മളെ മക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവ് എന്ന് പറഞ്ഞാൽ അവരെ അടുത്ത ലൈഫിലേക്ക്, അതായത് പരലോക ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന ഒരു അറിവായിരിക്കണം. ആ നിലയ്ക്ക് നമ്മളെ മക്കളെ ഭൗതിക ജീവിതത്തിൻ്റെ അത് വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ തുല്യ പ്രാധാന്യം അല്ലെങ്കിൽ അതിനേക്കാളും പ്രാധാന്യം നൽകിയിട്ട് നമ്മളെ മക്കളെ മതപരമായ രംഗത്തേക്ക് കൊണ്ടുവരണം. കാരണം അവർക്ക് അതേ ബാക്കി ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു ഉമ്മ മരിക്കുന്ന സമയത്ത് അവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ ഖബറിലേക്ക് പിന്നെയും പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് റസൂൽ പറഞ്ഞ സമയത്ത് അതിലൊന്ന് സ്വാലിഹായ മക്കളുടെ പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ ഒന്ന് അത് അവർക്ക് ഉപകാരമാണ്, രണ്ടാമത്തത് പാരൻസ് എന്ന നിലയ്ക്ക് നമുക്കും നമ്മുടെ മക്കളെ പ്രാർത്ഥന കിട്ടണമെങ്കിൽ അവരെ ഭൗതികമായ അറിവുകൾ കൊടുത്ത് വളർത്തണം, അതിൻ്റെ കൂടെ മതപരമായ രംഗത്തേക്ക് അവരെ സജീവമാക്കി തീർക്കണം. ഇൻഷാ അല്ലാ എന്തായാലും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നാളെ സ്വർഗ്ഗത്തിൽ ഉന്നത സ്ഥാനത്ത് എത്താനുള്ള നൽകട്ടെ. ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.